ഓക്കെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ആസ്പെക്ട്സ് ഓഫ് ഡിസിപ്ലിൻ ആണ്. ദ പോസിറ്റീവ് കോൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ അസ്യൂംസ് എ സർട്ടൻ ഡിഗ്രി ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. The concept of discipline is related to the idea of self-actualization. Maslow, 1954, at work which represents a higher order need satisfaction employee. Such discipline is achieved when the management applies the principles of positive motivation along with appropriate leadership. അതായത് ആസ്പെക്ട്സ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഈ ഒരു പോസിറ്റീവായിട്ടുള്ള കോൺസെപ്റ്റ് നിലവിൽ വന്നത് മാസ്ലോസിൻ്റെ നീഡ് ഹൈറാർക്കി തിയറി ആയിട്ടുള്ള സെൽഫ് ആക്ച്വലൈസേഷൻ ബേസ് ചെയ്തിട്ടാണ്. സാറ്റിസ്ഫാക്ഷൻ ഓഫ് എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന കേസസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ടേമാണ്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടിവേഷൻ, പോസിറ്റീവായിട്ടുള്ള മോട്ടിവേഷൻസും ലീഡർഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേമാണെന്ത് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നതാണ് ആസ്പെക്ട്സ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റിക്വയർമെൻറ്റ് ഓഫ് എഫക്റ്റീവ് ഡിസിപ്ലിൻ. ഒരു എഫക്റ്റീവ് ഡിസിപ്ലിൻ ആവിൻ്റെ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണുള്ളതെന്നാണ്. ഫസ്റ്റ് വൺ, ഡിസിപ്ലിൻ ഷുഡ് ബി കൺസ്ട്രക്റ്റീവ് ഇൻ ദാറ്റ് എംബസൈസ് ഷുഡ് ബി ഓൺ വർക്ക് എഫിഷ്യൻറ്റ് ആൻഡ് നോട്ട് മെയർ കംപ്ലൈൻസ് വിത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ്? കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കേസസിലായിരിക്കണം, എഫിഷ്യൻസ് ആയിട്ടുള്ള കേസിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു കംപ്ലൈൻസും ഇല്ലാത്ത ബേസിസിലായിരിക്കണം. അതാണ് ഫസ്റ്റ് പോയിൻറ്റ്സ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ, ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് നോട്ട് ബി ഇനീഷ്യേറ്റഡ് അൺലെസ് ദർ ഇംപറേറ്റീവ് നീഡ്സ് ഫോർ ഇറ്റ് ആൻഡ് നോ അതർ മീൻസ് ഇസ് എക്സ്പെക്റ്റഡ് ടു ബി എഫക്റ്റീവ്. അതായത് ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ആവശ്യകത ബേസ് ചെയ്തിട്ട്, അതായത് ഒരു നല്ല രീതിയിലുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള കേസസിൽ ഒരു ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന കേസസിലായിരിക്കണം. മൂന്നാമത്തെ, ഡിസിപ്ലിൻ ഈസ് നോട്ട് ബി അഡ്മിനിസ്ട്രേഡ് അൺതിങ്കിങ്ലി, വിച്ച് കേസ് ഷുഡ് ബി ട്രീറ്റഡ് കീപ്പിംഗ് ദ സ്പെസിഫിക് ഇൻ വ്യൂ. ഒരിക്കലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അൺതിങ്ക് ബേസിസിലായിരിക്കരുത് ഒരിക്കലും ഡിസിപ്ലിൻ എന്ന കേസസിൽ. സ്പെസിഫിക് ആയിട്ടുള്ള കേസസിൽ ട്രീറ്റ് ചെയ്യുന്നൊരു കേസസ് ആയിരിക്കണം എന്ത് എഫക്റ്റീവ് ഡിസിപ്ലിൻ എന്ന കേസസിൽ റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ഓൾ ഫാക്ട് റിഗാർഡിംഗ് എ കേസ് ഷുഡ് ബി കളക്റ്റഡ് ടു ഗെയിൻ പ്രോപ്പർ അപ്രീസിയേഷൻ ഓഫ് ദി കേസ്. അതായത് എന്താണ്? പ്രോപ്പറായിട്ടുള്ള അപ്രീസിയേഷൻ കേസസിലായിരിക്കണം എന്ത് എല്ലാ ഫാക്റ്റിൻ്റെ കേസസും കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ്, എംപ്ലോയി ഷുഡ് ബി ഗിവൺ ഫെയർ ചാൻസ് ടു എക്സ്പ്ലെയിൻ ഹിസ് സൈഡ് ഓഫ് ദി സ്റ്റോറി. ഫെയർ ആയിട്ടുള്ള ചാൻസിൽ എന്താണ് ഈ കേസസിലൊക്കെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യണം ഈ ഒരു എഫക്റ്റീവായിട്ടുള്ള ഡിസിപ്ലിൻസ് കൺസിഡർ ചെയ്യണമെങ്കിൽ. പക്ഷേ ഒരുപാട് പോയിൻറ്റ്സ് പറയുന്നുണ്ട്, നമ്മളൊരു 6 പോയിൻറ്റ്സ് ആണ് നോക്കുന്നത്. എംപ്ലോയി ഷുഡ് നോട്ട് ബി ഡിസിപ്ലിൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹിസ് കൊളീഗ്സ് ഓർ സബോർഡിനേറ്റ്സ്. അതായത് ഒരിക്കലും തന്നെ എന്താണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള കൊളീഗ്സിനും സബോർഡിനേറ്റ്സിനും ഇടയിലുള്ള ഒരു നല്ല രീതിയിലുള്ള കേസസിലായിരിക്കണം, അല്ലെങ്കിൽ എന്താണ് അതൊരു എഫക്റ്റീവായിട്ടുള്ള കേസിലാവില്ല. നെക്സ്റ്റ്, കറക്റ്റീവ് മെഷർ ഷുഡ് ബി ആഡിക്വേറ്റ്ലി സെർവ്ഡ് ഇൻ ഓർഡർ ടു ബി എഫക്റ്റീവ്. അതായത് കറക്റ്റീവായിട്ടുള്ള മെഷേഴ്സിലൂടെ ആഡിക്വേറ്റ് ആയിട്ടുള്ള കേസസിൽ മാത്രമേ നമുക്ക് എന്താണ് എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഓക്കെ, കുറച്ച് ആസ്പെക്ട്സ് ഓഫ് ഡിസിപ്ലിൻസും അതുപോലെ തന്നെ എന്താണ് റിക്വയർമെൻറ്റ്സ് ഓഫ് എഫക്റ്റീവ് ഡിസിപ്ലിൻസും. ഓക്കെ, താങ്ക് യു.